ഇടുക്കി ചൂണ്ടലിൽ ആളെ കൊന്ന കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബിയൽറാം പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത്. കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പ് ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഇന്നലെയാണ് ഒരാളുടെ ജീവനെടുത്തത് കാട്ടാന. അതേ ആന തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ തികച്ചും പരിഭ്രാന്തരായിരിക്കുമല്ലേ അവിടെ? ലക്ഷ്മി, നമുക്ക് ഏറ്റവും പുതിയ വിവരം നൽകാനുള്ളത് അല്പം മുമ്പ് ഈ ചക്കക്കൊമ്പൻ എന്ന കാട്ടാനയെ ഇപ്പോൾ വനത്തിലേക്ക് തുരത്തിയിട്ടുണ്ട്. 301 കോളനി ഭാഗത്തേക്ക് തുരത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ RRT സംഘം വലിയ തോതിൽ ഈ കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. പടക്കം പൊട്ടിച്ചൊക്കെയും ഇതിനെ ദൂരത്തേക്ക് മാറ്റുകയായിരുന്നു. ഇത് രാവിലെ 301 കോളനി പ്രദേശത്താണ് ഉണ്ടായിരുന്നത്. ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശം തന്നെയാണ്. 301 കോളനിയോട് സമീപത്തുള്ള ബിയൽറാം എന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ബിയൽറാമിൽ നിന്ന് ഈ കാട്ടാന ആനയിറങ്കലിൻ്റെ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ താഴെ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയൊക്കെയും കൃഷി ഏരിയയും ഒക്കെ ഉള്ളതാണ്. ഈ പ്രദേശം ആകെയും ജനവാസ മേഖലയുള്ളതാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ കാട്ടാനയെ അവിടെ നിന്ന് തുരത്തി ഇപ്പോൾ 301 കോളനിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായി നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഇന്നലെ രാവിലെയാണ് ഒരു കൊലപാതകമായി ആന അവിടെ നടത്തുന്ന വലിയ ആക്രമണമാണ് ഉണ്ടായത്. പിന്നീട് ഏതാണ്ട് 8ഓളം ആനകൾ ആ പ്രദേശത്ത് തങ്ങുന്നുണ്ട് എന്നുള്ളത് വനംവകുപ്പിന് മനസ്സിലാക്കുകയും RRT സംഘം നിരന്തരമായി ഇതിനെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത് ചൂണ്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയത്, ബിയൽറാം എന്ന സ്ഥലത്തേക്ക് മാറിയത്. ഇപ്പോൾ ബിയൽറാമിൻ്റെ പ്രദേശത്ത് നിന്ന് കാട്ടാനെ ചക്കക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റ് ആനകൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ ആനകളെയും കൂടെ ഈ 301 കോളനി പരിസരത്തേക്കോ അല്ലെങ്കിൽ കാട്ടിനുള്ളിലേക്കോ മാറ്റാനായിട്ടുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുകയാണ്. RRT സംഘം അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ലക്ഷ്മി, ചക്കക്കൊമ്പനെ കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെയാണ് അവിടെ ചക്കക്കൊമ്പൻ ഒരാളുടെ ജീവൻ എടുത്തത് എന്ന് നമുക്കറിയാം.